ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നലെ പണി കഴിഞ്ഞ് പിന്നെ നല്ല തുമ്മലുണ്ടായിരുന്നു. ഇന്ന് സുബഹിക്ക് 4-5 പ്രാവശ്യം തുമ്മിയതിന് ശേഷം ഭയങ്കര തലവേദന. പണിയൊക്കെ എടുക്കുമ്പോൾ ജാതി കുഴച്ചിലും ക്ഷീണമൊക്കെ വരിക. ഇപ്പോൾ രാവിലെ ഓട്ടോട ഉണ്ടാക്കി, അതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ റൈസ് ഉണ്ടാക്കി, പപ്പായ താളിച്ചു, പിന്നെ ക്യാബേജ് തോരന് വെച്ചു, സൂത പൊരിച്ചു, ചായ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്തു. അതിനിടയിലാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ആശാ വർക്കർ വന്നത്. ആധാർ കാർഡ് നമ്പറൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിരുന്ന്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. പണിയൊന്നും എടുക്കാൻ തോന്നുന്നേ ഇല്ല. ഒന്നാമത് തലവേദന ഉണ്ടായിട്ടാണ്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള പണി എന്താന്ന് വെച്ചാൽ, ഇവിടെ എൻ്റെ ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കണം. ഇത് കണ്ടോ, ഇത് വാങ്ങിയിട്ടിപ്പോൾ 2 വർഷമായി കാണും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 18,000 രൂപ വില ഇതിനുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2-3 തവണ ഉപയോഗിച്ച് എടുത്തു വെച്ചതാണ്. എനിക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു 10,000 രൂപ കിട്ടിയാൽ ഞാനിത് കൊടുക്കും. ഇതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ളൊരു നോബ് മിസ്സായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ലിക്വിഡ് കുറച്ചൊക്കെ അതിൽ തന്നെ ഉണ്ട്. മെഷീനൊക്കെ നല്ല മെഷീനാണ്. പിന്നെ ഇത് ആ മട്ടത്തിന് കൊണ്ട് നടക്കണം. എനിക്കത് കൊണ്ടെടുക്കാനുള്ള ഒഴിവൊന്നുമില്ല. ഞാനപ്പോൾ അങ്ങനെ ഇതിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയെന്നല്ലാതെ എനിക്ക് ഇത് ഉപയോഗിക്കാനുള്ളൊരു ടൈമും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നമ്പർ തരാം. ഓക്കെ. പിന്നെ ഇത് ഏകദേശം ഒരു 5 വർഷമായി കാണും മേടിച്ചിട്ട്. HP-യുടെ പ്രിൻ്ററാണ്. ഇതിൽ പിന്നെ സ്കാനർ വരുന്നുണ്ട്. ഇതും അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. 8,000 രൂപ വില ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല പ്രിൻ്ററാണ്. അപ്പോൾ ഇത് രണ്ടും ക്ലീനാക്കി എടുത്തു വെക്കണം. ഇന്ന് അത്രയൊക്കെ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ വലിച്ചിട്ടിട്ടുണ്ട്, കണ്ടോ. ഇതിപ്പോൾ കിച്ചണാണ്. ഈ കിച്ചണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല. പഴയ വീട്ടിൽ തന്നെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും അവിടെ വെച്ചിട്ട് തന്നെ കഴിക്കുന്നതും. അപ്പോൾ പുതിയ വീടിൻ്റെ കിച്ചണാണിത്. ഇവിടെ അടുപ്പൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഓവന്, ഗ്യാസ്, പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ വെക്കുന്ന കിച്ചൺ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 5 വർഷമായി ഈ ഒരു മെഷീൻ വാങ്ങിയിട്ട്. ഈ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് 5 വർഷമായി. അപ്പോൾ അതിൻ്റെ ഡോറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. നല്ല വാഷിംഗ് മെഷീനാണ്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇതിൽ കൊണ്ടുവന്ന് അലക്കും. നല്ല അഴുക്കുള്ള ഡ്രസ്സാണെങ്കിൽ അത് പുറത്ത് കല്ലിൽ കൊണ്ടുപോയിട്ട് അലക്കും. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ വലിയൊരു പായുണ്ട്. ഇത് വീടിരിക്കലിന് മേടിച്ചതാണ്. ഒരു തവണ ഉപയോഗിച്ച്
പിന്നെ ഇത് ഞാൻ തയ്ച്ച പില്ലോ ആണ്. 2 വലിയ പില്ലോ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ അയച്ച് മാറ്റി ചെറുതാക്കണം. പിന്നെ ഇതിൽ മോളെ ഡ്രസ്സൊക്കെ വലിച്ചിട്ടതുണ്ട്. 2 പില്ലോ ഉണ്ട് വീട്ടിൽ. ഇതാണ് മോളെ ഡ്രസ്സും പർദ്ദയും മഫ്തിയും ഒക്കെ വലിച്ചിട്ടതാണ്. ഇത് പായ. പിന്നെ ഒരു കുഷ്യനുണ്ട്. ഈ കുഷ്യന് ഞാൻ അടിച്ചതാണ്. ഇതിൻ്റെ കവറ് മേടിച്ചതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള കുഷ്യന് ഞാൻ ഇവിടെ എൻ്റെ മെഷീൻ വെച്ചിട്ട് തയ്ച്ചതാണ്. 3 എണ്ണം തയ്ച്ചിരുന്നു. പിന്നെ ഇതിലൊരു പായ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പായ ഉണ്ട് കഴുകാൻ. ഇത് വലിയ പായ. അതൊക്കെ വീടിരിക്കലിന് ഉപയോഗിച്ചു, പിന്നെ ഉപയോഗിച്ചിട്ടില്ല. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ആ കവറിൽ ഉപയോഗം കഴിഞ്ഞ ഡ്രസ്സെല്ലാം കൂടെ ഒതുക്കി കെട്ടി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്, ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കാനുണ്ട്. കുറേ പണിയുണ്ട്. ഒരു വീട്ടമ്മയുടെ ജോലി ആരും കാണൂല. അതാ വീട്ടമ്മയ്ക്കേ അറിയുള്ളൂ എത്രമാത്രം പണിയുണ്ട് എന്നുള്ളത്. പലരും റമദാനാവുമ്പോൾ നനച്ചുളി നടത്തും. പക്ഷേ ഞാനങ്ങനല്ല. എല്ലാ മാസവും വലിച്ചിടും, ക്ലീനാക്കും, ആവശ്യമില്ലാത്ത ഒഴിവാക്കും, ആവശ്യമുള്ള എടുത്ത് വെക്കും. അപ്പോൾ വലിയ ഭാരം തോന്നൂല. പൊടിയൊക്കെ തട്ടിയെടുക്കണം, കഴുകിയെടുക്കണം. ഇപ്പം നാളത്തെ പണി ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ വരാം. ബൈ.